ആദ്യമായി ഒരു പുതിയ വർഷത്തിലെ ആദ്യ പ്രഭാതത്തിൽ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടാൻ അവസരവും ആയുസ്സും നൽകിയ തമ്പുരാൻ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പരസ്പരം പുതിയ ആണ്ടിൻ്റെ ആശംസകളും ദൈവാനുഗ്രഹങ്ങളൊക്കെ സ്നേഹപൂർവ്വം നേരാം. ഞാനും നിങ്ങൾക്ക് അത് ആശംസിക്കുകയാണ്. തിരുസഭയ്ക്കും സീറോ മലബാർ സഭയ്ക്കും തൃശ്ശൂർ അതിരൂപതയ്ക്കും നമ്മുടെ ഇടവകയ്ക്കും അതിലുപരി ആൽജോയുടെ കുടുംബത്തിനും നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. 13 വർഷക്കാലത്തെ ദീർഘമായ പഠനത്തിനും പരിശീലനത്തിനും ഒരുക്കത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം ബലിയർപ്പിക്കാനുള്ള അധികാരവും അവകാശമുള്ള ഒരു വൈദികനായി ആൽജോ നമ്മുടെ മുമ്പിൽ ഇന്ന് അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ശക്തനായ ദൈവം ആൽജോയ്ക്ക് കൊടുക്കുന്ന, എളിയവനായ ആൽജോയ്ക്ക് കൊടുക്കുന്ന വലിയൊരു ദാനമാണ്, സമ്മാനമാണ് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത്. അബ്രാഹത്തെ പോലെ തൻ്റെ ഏകപുത്രനെ, തൻ്റെ 3 മക്കളിൽ ഒരാളെ ദൈവത്തിന് വിട്ടുകൊടുത്ത വിൽസൺ ചേട്ടനും ജോളി ചേച്ചിക്കും പുരോഹിതനായി ആൽജോയെ സമ്മാനമായിട്ട് ദൈവം കൊടുക്കുന്ന ദിവസമാണിന്ന്. നമുക്കറിയാം, ഒരു വൈദികൻ എന്ന് പറയുന്നത് വൈദികൻ്റെ മാത്രം ഒരു നേട്ടമല്ല. വൈദികനെ ദൈവം, പുരോഹിതാർത്ഥിയെ ദൈവം വിളിക്കുന്നു, ദൈവം ഒരുക്കുന്നു, അതൊക്കെ ശരിയാണ്. ആ ഒരുക്കത്തോട് സഹകരിക്കുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു വ്യക്തി വൈദികനാകുന്നത്, പൗരോഹിത്യം സ്വീകരിക്കുന്നത് ഒരുപാട് പേരുടെ കൂട്ടായ പരിശ്രമം വഴിയായിട്ടാണ്. നല്ല ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് അദ്ദേഹത്തെ വിളിക്കുന്നു. ആ വിളിയോട് അദ്ദേഹം തുടർച്ചയായി വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. കൂട്ടത്തിൽ മാതാപിതാക്കളടക്കമുള്ള കുടുംബാംഗങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും പ്രാർത്ഥനയും ഇടവക ജനത്തിൻ്റെ, ഇവിടെ ശുശ്രൂഷയ്ക്കായി പല പ്രാവശ്യം കടന്നു വരുന്ന ബഹുമാനപ്പെട്ട വികാരിച്ചന്മാരുടെ, കൊച്ചച്ചന്മാരുടെ, ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിൻ്റെ, അതുപോലെ തന്നെ സഭയുടെ മുഴുവനും ഉപകാരികളുടെയും ഒക്കെ കൂട്ടായ പരിശ്രമവും സഹകരണം വഴിയായിട്ടാണ് ഒരു വൈദികനായിട്ട് ജനിക്കുന്നത്. ഇടവക വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായ ജോൺ മരിയ വിയാനി പറയുന്നൊരു കാര്യമുണ്ട്: ഒന്നുമല്ലാതിരുന്ന എന്നെ ഉയർത്തിയ ദൈവത്തെ മരണം വരെ ഞാനും ഉയർത്തും. പൗരോഹിത്യത്തെക്കുറിച്ചുള്ള വിയാനി പുണ്യവാൻ്റെ ദർശനമാണത്. ഒന്നുമല്ലാതിരുന്ന എന്നെ കൈപ്പിടിച്ചുയർത്തിയ ദൈവത്തെ മരണം വരെ ഞാനും ഉയർത്തിക്കൊണ്ടിരിക്കും. ആ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. നമുക്കറിയാം എന്താണ് ഈ പൗരോഹിത്യം, എന്താണ് ഈ പൗരോഹിത്യ ശുശ്രൂഷ. നമ്മൾ ഇതുപോലെയുള്ള അവസരങ്ങളൊക്കെ നന്നായി ഗൗരവത്തിൽ ചിന്തിക്കണം എന്നാണ് സഭയുടെ നാമത്തിൽ എനിക്ക് നിങ്ങളുടെ എല്ലാവരോടും പറയാനുള്ളത്. പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവികമായ സ്നേഹത്തിൻ്റെ, ദൈവികമായ അനുകമ്പയുടെ, ദൈവികമായ വിശ്വസ്തതയുടെ ഫലമാണ്. ദൈവികമായ സ്നേഹം എന്ന് പറയുന്നത് പൗരോഹിത്യം യോഗ്യതയോടുകൂടി ചോദിച്ചു വാങ്ങുന്നതല്ല, അയോഗ്യതയുള്ളവന് യോഗ്യനായ ദൈവം കൊടുക്കുന്ന യോഗ്യതയാണ്. അതാണ് പൗരോഹിത്യം. നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ പേരിൽ മാത്രം കിട്ടുന്നതല്ലല്ലോ പൗരോഹിത്യം. ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്: എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ എന്നെയല്ല തിരഞ്ഞെടുത്തത്, ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. ആൽജോയുടെ 13 വർഷക്കാലത്തെ ഓട്ടത്തെക്കുറിച്ചൊന്ന് വിചിന്തനം ചെയ്യുകയാണെങ്കിൽ ആൽജോയുടെ വലിയൊരു ജ്വരമായിരുന്നു വൈദികനാകുക എന്നുള്ളത്. അത് മാതാപിതാക്കൾക്കറിയാം, അടുത്ത് പെരുമാറിയൊക്കെ എല്ലാവർക്കും അറിയാം. എങ്ങനെയെങ്കിലും വൈദികനാണ്, എത്രയും നേരത്തെ എങ്ങനെയെങ്കിലും വൈദികനാകണം എന്നുള്ളൊരു ജ്വരത്തോടു കൂടി പോയ വ്യക്തിയാണ്. ഈ ജ്വരം കൊടുത്തത് ആരാണ്? എത്രയോ പേർക്ക് വിളി സ്വീകരിച്ചു പോയി തിരിച്ചു പോന്നു. പക്ഷേ ജ്വരം കൊടുത്തത് ദൈവമാണ്. അപ്പോൾ ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. ദൈവം തിരഞ്ഞെടുക്കാതെ ആർക്കും വൈദികനാകാൻ സാധിക്കുകയില്ല. തമ്പുരാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്: എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവം തിരഞ്ഞെടുത്ത് ഉയർത്തിക്കൊണ്ട് വരാതെ ഒരാൾക്കും വൈദികനാകാൻ സാധിക്കുകയില്ല. വൈദികനായി മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തിന് താങ്ങ് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വചനഭാഗത്ത് തന്നെ കർത്താവ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് നമ്മോടുള്ള, നമ്മുടെ സമൂഹത്തോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് യഥാർത്ഥത്തിൽ പൗരോഹിത്യം എന്ന് പറയുന്നത്. നമ്മൾ സുവിശേഷം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുകമ്പയുടെ അടയാളമാണ്. സുവിശേഷത്തിലൂടെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, കർത്താവ് പലതരത്തിൽ മനുഷ്യരോട് അനുകമ്പ കാണിച്ചിട്ടുണ്ട്. രോഗികളായി തൻ്റെ അടുത്ത് വന്നവർക്ക്, ലോകത്തിൻ്റെ വേദന മാറി കടന്നു പോകുന്ന രോഗികൾ, പിശാചി ബാധിതർ,
അതുപോലെ തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചവരൊക്കെ വന്ന അവസരത്തിൽ കർത്താവിന് അവരോട് അനുകമ്പ തോന്നി എന്ന് പറയുന്നുണ്ട്. ഏകപുത്രനായിരുന്ന നായിമിലെ വിധവയ്ക്ക് പുത്രനെ നഷ്ടപ്പെട്ടപ്പോൾ വളരെ സങ്കടത്തോടുകൂടി ആ ശവമഞ്ചത്തെ അനുഗമിച്ചിരുന്ന അമ്മയെ കണ്ട് കർത്താവിന് ആ സ്ത്രീയോട് അനുകമ്പ തോന്നി എന്നാണ് സുവിശേഷം പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് കർത്താവ് മുന്നോട്ട് പോകുമ്പോൾ വിശക്കുന്നവരോട് അനുകമ്പ കാണിക്കുന്ന കർത്താവുണ്ട്. 5 അപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് വിശക്കുന്നവരെ മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ഈ കുഷ്ഠരോഗിയോട് അനുകമ്പ പുലർത്തുന്ന, അതായത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ട ആ പാവപ്പെട്ട കുഷ്ഠരോഗിയോട് അനുകമ്പ തോന്നി അവനെ സുഖപ്പെടുത്തിയ കർത്താവ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന കർത്താവിൻ്റെ ജീവിതചര്യയെക്കുറിച്ചുള്ള ഭാഗമാണ്. അവിടെ എന്താ പറയുന്നത്? കർത്താവ് സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും രോഗികളെയും വ്യാധികളെയും സുഖപ്പെടുത്തിയും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. അവരെ കണ്ടപ്പോൾ കർത്താവിന് അനുകമ്പ തോന്നി. കാരണം അവർ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ദൈവികമായ വഴിയിലേക്ക്, ദൈവത്തിൻ്റെ പക്കലേക്ക് യഥാർത്ഥ വഴികളിലൂടെ നയിക്കാൻ അന്നത്തെ സമൂഹത്തിന് നേതൃത്വം കൊടുത്ത ഫരിസേയർക്കും സദുക്കായർക്കും നിയമജ്ഞർക്കും സാധിക്കാത്ത സാഹചര്യത്തിൽ എവിടേക്കാണ് നടക്കേണ്ടത്, എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിയാതിരുന്ന മനുഷ്യർക്ക് ദിശാബോധം കൊടുത്ത കർത്താവിൻ്റെ ആ അനുകമ്പയാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ട് അതിനെ തുടർന്ന് കർത്താവ് സുവിശേഷം എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വിളവധികം വേലക്കാർ ചുരുക്കം, അതുകൊണ്ട് വിളവിൻ്റെ ഭൂമിയിലേക്ക് വേലക്കാരയക്കാൻ നിങ്ങൾ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവേ. ദൈവവിളിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവവിളി ദൈവത്തിൻ്റെ വിളിയാണ്. ദൈവത്തോട് ചോദിക്കുമ്പോൾ കിട്ടുന്നതാണ് വിളി എന്ന് കർത്താവിടെ വളരെ വ്യക്തമാക്കി തരികയാണ്. അപ്പോൾ പരിഭ്രാന്തരായി നിസ്സഹായരായി എങ്ങോട്ട് തിരിയണം, എങ്ങനെ നടക്കണം, എവിടേക്ക് പോകണം എന്നറിയാതിരുന്ന മനുഷ്യർക്ക് ഇടയനെ ചേർത്തി കൊടുക്കുന്ന കർത്താവിൻ്റെ അതിനുവേണ്ടി അനുകമ്പയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിളി അല്ലെങ്കിൽ പൗരോഹിത്യ സന്യാസം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യരോട് കാണിക്കുന്ന, സമൂഹത്തോട് കാണിക്കുന്ന അനുകമ്പയുടെ അടയാളമാണ്. നമുക്കറിയാലോ, ഇന്ന് വായിച്ചു കേട്ട ആദ്യത്തെ വായനയിൽ മോശയെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മോശയെ ദൈവം തിരഞ്ഞെടുത്തത്? ഈജിപ്തിലെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് നേതൃത്വം വഹിച്ച് അവർ അങ്ങോട്ട് ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആ ഈജിപ്തിൽ കഷ്ടപ്പെടുന്ന മനുഷ്യരെ പുറത്തു കൊണ്ടുവരാൻ മോശയെ വിളിച്ച് നിയോഗിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ജനത്തോടുള്ള ദൈവത്തിൻ്റെ അനുകമ്പയാണ് യഥാർത്ഥത്തിൽ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഇന്ന് വായിച്ചു കേട്ടതാണ്. അവിടെ ബാലനായ ജെറമ്യായെ വിളിച്ച് ആ മനുഷ്യരോട് പ്രസംഗിക്കാനായിട്ട്, സംസാരിക്കാനായിട്ട് ദൈവം അദ്ദേഹത്തെ നിയോഗിക്കുക ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന് മനുഷ്യൻ്റെ വേദനകളോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണം അത് അനുകമ്പയുടെ രൂപത്തിൽ പുറത്തു വരുന്നത് അതിനാവശ്യമുള്ള, അതിന് അർഹതയുള്ള, യോഗ്യതയുള്ള അല്ലെങ്കിൽ അയോഗ്യരായവരെ യോഗ്യതയുള്ളവരാക്കി അവരെ നിയോഗിക്കുന്നതിലൂടെയാണ്. അപ്പോൾ മോശയുടെ വിളിയും ജെറമ്യായുടെ വിളിയും പിന്നീട് നമ്മൾ കാണുന്ന പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള വിളികളും മുഴുവനും ഈ മനുഷ്യൻ്റെ ആവശ്യത്തോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഞാൻ ഓർക്കാണ്, ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് പോയപ്പോൾ അവിടെ 10-50-60 വർഷം മുമ്പൊക്കെ ഇവിടെ നിന്ന് കുടിയേറി പാർത്ത നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും പ്രായമുള്ളവരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെടാനായിട്ട്. അങ്ങനെ പറഞ്ഞ അവസരത്തിൽ അവരെന്നോട് പറഞ്ഞു, അച്ഛാ, ഇന്ന് ഞങ്ങൾക്ക് 2 പിതാക്കന്മാരുണ്ട്, അച്ഛന്മാരുണ്ട്, അതുപോലെ തന്നെ സന്യസ്തരുണ്ട്, ഒക്കെ എല്ലാ സംവിധാനങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങളൊക്കെ വന്ന അവസരത്തിൽ ഞങ്ങൾക്കൊരു പിതാക്കന്മാരുണ്ടായിരുന്നില്ല, അച്ഛന്മാരുണ്ടായിരുന്നില്ല. എത്ര കുടുംബങ്ങളാണ് നശിച്ചു പോയത്. ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന്, സഭയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് എത്ര കുടുംബങ്ങളാണ് വ്യതിചലിച്ചു പോയത്. എത്ര മക്കളാണ് ഞങ്ങൾ ഉപേക്ഷിച്ച് അരുതാത്ത വഴികളിലൂടെ പോയത്, കുടുംബം തകർന്നു പോയത്. എവിടെയാണ് പ്രിയപ്പെട്ടവരെ സഭ തളരുന്നത്? എവിടെയാണ് സഭ ദുർബലപ്പെട്ടിരിക്കുന്നത്? സഭ ഇല്ലാതാകുന്ന എവിടെയാണ്? സഭ ഇല്ലാതാകുന്നത് വൈദികരും സന്യസ്തരില്ലാത്തിടത്താണ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഈ സെൻട്രാലിറ്റി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചതിനുള്ള ഉത്തരം അദ്ദേഹം പറയുന്നുണ്ട്. ദ സെൻട്രാലിറ്റി ഓഫ് ക്രൈസ്റ്റ് ബ്രിങ്സ് വിത്ത് ഇറ്റ് ദ ഡീപ്പ് അപ്രീസിയേഷൻ ഓഫ് പ്രീസ്റ്റ്ഹുഡ്. ഡീപ്പ് അപ്രീസിയേഷൻ ഓഫ് പ്രീസ്റ്റ്ഹുഡ്, അതാണ് കർത്താവിൻ്റെ സെൻട്രാലിറ്റി എന്ന് പറയുന്നത്. ക്രിസ്തുവിനോട് ചേർന്നുള്ള, ക്രിസ്തുവിൻ്റെ ദൗത്യം തുടരുന്ന പൗരോഹിത്യമാണ് ക്രിസ്തുവിൻ്റെ ജീവിതവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത്.
എന്നിട്ട് അദ്ദേഹം പറയാണ്, വിത്തൗട്ട് വിച്ച് there will not be Eucharist. Neither Eucharist, neither mission, neither the church, nor the church there will be. പൗരോഹിത്യമില്ലെങ്കിൽ വിശുദ്ധ കുർബാനയില്ല. പൗരോഹിത്യമില്ലെങ്കിൽ നമുക്ക് ദൗത്യമില്ല, ദൗത്യം നിർവഹിക്കാൻ സാധിക്കില്ല. പൗരോഹിത്യമില്ലെങ്കിൽ നമുക്ക് സഭയുണ്ടാകില്ല. അതുകൊണ്ട് നമ്മൾ ആൽജോ ഷമ്മാസിൻ്റെ തിരുപ്പട്ടദാന ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ പൗരോഹിത്യത്തെ, സന്യാസത്തെ എങ്ങനെയാണ് കാണുന്നത്. ഈശോയെപ്പോലെ അനുകമ്പയോടുകൂടി മനുഷ്യരെ കാണാൻ, അവരെ ദൈവത്തിലേക്ക്, ദൈവിക വഴികളിലേക്ക്, ദൈവിക മൂല്യങ്ങൾ കൊടുത്ത് വളർത്തി വലുതാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വൈദികരുണ്ടാകണം, സന്യസ്തരുണ്ടാകണം. നമുക്കറിയാലോ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1953 ഇറക്കിയ കുടുംബത്തെക്കുറിച്ചൊരു ശാക്രിയ ലേഖനമുണ്ട്, ഫെമിലിയാരിസ് കൺസോർസിയോ, കുടുംബ ഒരു കൂട്ടായ്മ. അവിടെ മാർപ്പാപ്പ ഒരു കാര്യം പറയുന്നുണ്ട്. പെന്തക്കോസ്തുകാർ ചോദിച്ചു, അതായത് എന്തിനാണ് പൗരോഹിത്യം, എന്തിനാണ് സന്യാസം? ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഒരു സൃഷ്ടിയുടെ അവസരത്തിൽ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ പെറ്റുപെരുകുവിൻ, ലോകത്തെ കീഴടക്കുവിൻ. ഇത് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്തിനാ പൗരോഹിത്യം, എന്തിനാ സന്യാസം? അവിടെ മാർപ്പാപ്പ കൊടുക്കുന്ന മറുപടിയുണ്ട്, നിങ്ങൾക്ക് ശാരീരികമായ ജീവൻ ലഭിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, ലോകത്തിൻ്റെ ജീവിത വഴികളിലൂടെയാണ്. പക്ഷേ നിങ്ങൾക്ക് ആത്മീയ ജീവൻ ലഭിക്കും, ദൈവത്തെ ലഭിക്കുന്നത് പൗരോഹിത്യ സന്യാസ ശുശ്രൂഷകളിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അനുകമ്പയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. മൂന്നാമതായിട്ട് നമുക്കറിയാം, വൈദിക ശുശ്രൂഷ എന്ന് പറയുന്നത് അത് പൗരോഹിത്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രൂട്ട് ഓഫ് ഡിവൈൻ ഫെയ്ത്ത്ഫുൾനെസ്. ജനത്തോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത, വിളിച്ച് ചേർത്ത് നിയോഗിക്കപ്പെട്ടവരോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ അവസാനിക്കുന്ന എന്ത് പറഞ്ഞിട്ടാണ്? ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഇന്ന് ആൽജോ നമ്മളെല്ലാവരും സാക്ഷി നിർത്തി പട്ടം സ്വീകരിക്കുമ്പോൾ ആൽജോ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ആൽജോട് കൂടി തിരുപ്പട്ടം പൗരോഹിത്യം കൊടുത്ത കർത്താവ് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ കർത്താവ് ഉണ്ടെന്ന് അദ്ദേഹം എന്ന് മറക്കുന്നുവോ, അന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് ആൽജോ ഓർക്കേണ്ടി വരും, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പം മോശയോട് ദൈവം പറയാണ്, നീ വിക്കനാണ്, നിനക്ക് ദൗർബല്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അതാണ് അഷുറൻസ്. പൗരോഹിത്യം സ്വീകരിക്കുന്ന, സന്യാസം സ്വീകരിക്കുന്ന ഓരോരുത്തരോടും ദൈവം കൊടുക്കുന്ന ഒരു ഉറപ്പാണത്. ഐ വിൽ ബി വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ജെറമിയ പ്രവാചകൻ ബാലനാണ്, ഇത്ര വലിയ രാജാക്കന്മാരുടെ മുമ്പിൽ പോയിട്ട് എങ്ങനെയാണ് വചനം പ്രഘോഷിക്കുക എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ എന്തിനാ പേടിക്കുന്നത്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ ഒരു വിശ്വസ്തത നമുക്ക് ഈ പൗരോഹിത്യ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് ദൈവം നമ്മളോട് കാണിക്കുന്ന, ജനത്തോട് കാണിക്കുന്ന വിശ്വസ്തതയാണ്. നമുക്കറിയാം, പഴയ നിയമം പരിശോധിക്കുകയാണെങ്കിൽ ഈജിപ്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നിട്ട് അവരിടയ്ക്കിടയ്ക്ക് ഈ കുട്ടിക്കുറുമ്പ് കാണിച്ചിരുന്നു. അത് ദൈവത്തിലുള്ള അവിശ്വസ്തത, പാപം ചെയ്യുക, ദൈവത്തെ ധിക്കരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ദൈവം ചെയ്ത വാഗ്ദാനം ഒരിക്കലും മറക്കാതെ ദൈവം അവരോട് വിശ്വസ്തത പുലർത്തിയിരുന്നു. തല്ലിയും തലോടിയും അവരെ വാഗ്ദാന ഭൂമിയിലേക്ക് തന്നെ, വാഗ്ദത്ത ഭൂമിയിലേക്ക് തന്നെ ദൈവം എത്തിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പൗരോഹിത്യ ശുശ്രൂഷയും പൗരോഹിത്യം സ്വീകരിക്കുന്ന ജനവും ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ അടയാളമായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ ദേവാലയത്തിൽ മനോഹരമായിട്ട് അലങ്കരിച്ച് ഇവിടെ നമ്മളൊക്കെ ഇവിടെ കൊണ്ടുവന്ന ഈ ദേവാലയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണെന്നും ദൈവത്തിന് മനുഷ്യരോടുള്ള അനുകമ്പയുടെ അടയാളമാണെന്നും ഇത് ദൈവം നമ്മളോട് നിരന്തരം വിശ്വസ്തനാണെന്നുള്ള ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഇന്ന് നമുക്കറിയാം, ആൽജോ ശമ്മാശൻ കയ്യൊപ്പ് ശുശ്രൂഷയിലൂടെ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പട്ടം കഴിഞ്ഞ് അദ്ദേഹം കർത്താവിൻ്റെ ഈ ഗോതമ്പപ്പം മുന്തിരി വീഞ്ഞും എടുത്ത് സഭയുടെ നാമത്തിൽ ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അവിടെ സന്നിഹിതനാകുകയാണ്. പരിശുദ്ധ അമ്മ നമുക്കറിയാമല്ലോ, ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം കിട്ടിയൊരു സൃഷ്ടിയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ആരാ? അത് പരിശുദ്ധ അമ്മയാണ്. പക്ഷേ പരിശുദ്ധ അമ്മ ഗോതമ്പപ്പം കയ്യിലെടുത്ത്, പരിശുദ്ധ അമ്മ മുന്തിരി വീഞ്ഞ് കയ്യിലെടുത്ത് ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറയുമ്പോൾ അവിടെ കർത്താവ് എഴുന്നള്ളി വരില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ആൽജോ ശമ്മാശൻ
എഴുന്നേറ്റ് നിന്ന് വൈദികനായിട്ട് ഇവിടെ വന്ന് അൾത്താരയിൽ ഗോതമ്പപ്പവും മുന്തിരി വീഞ്ഞെടുത്ത് ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറയുമ്പോൾ അവിടെ ഈശോ അതിൽ എഴുന്നള്ളി വരും. ദാറ്റ്സ് അവർ ഫെയ്ത്ത്. പകരക്കാരനായിട്ട് മാറുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചില്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്. ഈ ലോക ചരിത്രത്തിൽ ഇത്രമാത്രം ക്രിസ്തു കേന്ദ്രീകൃതമായി, ക്രിസ്തു സംവാഹകയായി ജീവിച്ച ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല. ക്രിസ്തു കേന്ദ്രീകൃതം, ക്രിസ്റ്റോസെൻട്രിക് ആൻഡ് ക്രിസ്റ്റോഫറിക് ആയിട്ടുള്ളൊരു വ്യക്തി ഈ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ പരിശുദ്ധ അമ്മ ഗോതമ്പപ്പം മുന്തിരി വീഞ്ഞെടുത്താൽ അത് കർത്താവിൻ്റെ തിരുശരീരത്വങ്ങളായി മാറില്ല. എന്തുകൊണ്ടാണെന്ന് അങ്ങനെ മാറുന്നത്? ഒരു മനുഷ്യൻ ഈ ആൽജോ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിയായി മാറുന്നതിൻ്റെ രഹസ്യം എന്താണ്? ഹി ബിക്കംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രൈസ്റ്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രൈസ്റ്റ്. ആൽജോ പറയുന്നത് ഇത് കർത്താവിൻ്റെ ശരീരമാണെന്നല്ല പറയുന്നത്, കർത്താവിൻ്റെ രക്തമാണെന്നല്ല പറയുന്നത്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറയുന്നത്. കർത്താവിൻ്റെ പകരക്കാരനായിട്ട് മാറുകയാണ് ആൽജോ ശമാശൻ വൈദികനാകുന്നതിലൂടെ. എന്താ അതിന് കാരണം എന്നറിയാമോ? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പരിശുദ്ധ അമ്മയെ നോക്കി പറഞ്ഞില്ലേ കർത്താവ്? അപ്പസ്തോലന്മാരെ നോക്കിയാ പറഞ്ഞത്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്നെ കാണുന്നവൻ നിങ്ങളെ കാണുന്നു, പിതാവിനെ കാണുന്നു. നിങ്ങളെ കാണുന്നവൻ എന്നെ കാണുന്നു, നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് പൗരോഹിത്യത്തിൻ്റെ മഹാത്മ്യം, പൗരോഹിത്യ ശുശ്രൂഷയുടെ മഹത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതല്ല, ദൈവം കനിഞ്ഞൊരു മനുഷ്യന് കൊടുക്കുന്ന വലിയ സമ്മാനമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം. ഈ പകരക്കാരനാകാനുള്ള ഒരു മനുഷ്യന് തൻ്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച്, കഴിവ് ഉപയോഗിച്ച്, സമ്പാദ്യം ഉപയോഗിച്ച് നേടിയെടുക്കാൻ പറ്റുന്നതല്ല പൗരോഹിത്യം. അത് ദൈവത്തിന് മാത്രം കൊടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇവിടെ നമ്മുടെ വിൽസൺ ചേട്ടനും ജോലി ചേച്ചിരിക്കുന്നുണ്ട്, അപ്പുറത്ത് വിൽജോ ഇരിക്കുന്നുണ്ട്, പിന്നെ അൽന ഇരിക്കുന്നുണ്ട്, വിൽജോയുടെ ഭാര്യ ഇരിക്കുന്നുണ്ട്. അവർ നിങ്ങളൊക്കെ താഴെ ഇരിക്കുമ്പോൾ അവർ കസേരയിട്ട് ഇരുത്തിയിരിക്കുക. എന്താ കാരണം എന്നറിയാമോ? അവർ ഈ പറഞ്ഞ രീതിയിൽ ഒരു പുരോഹിത ശിശുവിൻ്റെ അമ്മയും അപ്പനും അമ്മയും സഹോദരനും സഹോദരിക്കായിട്ട് വളർന്ന്, അല്ലെങ്കിൽ അവരെ വളർത്തി ഇവിടെ വന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വലിയ ആഗ്രഹം ഉണ്ടാകും. ഞാൻ ഇടവകളിലേക്ക് പോകുമ്പോൾ, ഞാൻ വീടുകളിലേക്ക് പോകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എല്ലാം നിങ്ങളിൽ ആരാ അച്ഛന്മാരാകുന്നത്, നിങ്ങളിൽ ആരാണ് സിസ്റ്റേഴ്സ് ആകുന്നത്, ബ്രദേഴ്സ് ആകുന്നത് ഒക്കെ ചോദിക്കുമ്പോൾ എന്നോട് മാതാപിതാക്കൾ ചാടി വീണ് പറയാറുണ്ട്. കാരണം മാതാപിതാക്കൾക്ക് പലർക്കും ആഗ്രഹമുണ്ട്, എൻ്റെ മോള് അച്ഛനാകണം, സിസ്റ്റർ ആകണം എന്നൊക്കെ പറയുമ്പോൾ ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ അവർ മാതാപിതാക്കൾ പറയും, അച്ഛൻ ഒരാളില്ല, അച്ഛൻ 2-3 പേരെ കൊണ്ടുപോക്കോ, എനിക്ക് 4 മക്കളുണ്ട്, 4 പേരെ കൊണ്ടുപോകാൻ എനിക്ക് വിരോധമില്ല, അവർ അച്ഛന്മാരായിക്കോട്ടെ, അവർ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ. അപ്പം ഞാൻ അവിടെ പറയാറുണ്ട്, പക്ഷെ നിങ്ങൾ അതിനുള്ള ഷേപ്പാക്കി തരണമെന്ന് ഞാൻ പറയും. കൊണ്ടുപോകാവുന്ന ഷേപ്പാക്കി തന്നാലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഷേപ്പ് ആകാതെ ആരെങ്കിലും കൊണ്ടുപോയി ശരിയാകുമോ? ഇപ്പം നമ്മുടെ ഇടവകയിലായാലും നമ്മുടെ രൂപതയിലായാലും എത്ര പേര് സെമിനാരി ചേർന്നു, എത്ര പേര് മഠത്തിൽ പോയി? എല്ലാവർക്കും അച്ഛന്മാരാകാൻ പറ്റിയില്ലല്ലോ, എല്ലാവർക്കും സിസ്റ്റേഴ്സ് ആകാൻ പറ്റിയില്ലല്ലോ. അതിന് ഷേപ്പ് ഉണ്ടാകണം, ഷേപ്പ് വരുത്തിക്കൊണ്ടിരിക്കണം. സെമിനാരി ചേർന്നാൽ മാത്രം പോരാ, ഷേപ്പ് നൽകിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഷേപ്പ് കൊടുത്ത്, എനിക്കറിയാം, ഞാൻ വിൽസേട്ടൻ്റെയും ജോലി ചേച്ചിയുടെ വീട്ടിലൊക്കെ 1-2 പ്രാവശ്യം വന്നിട്ടുള്ളതാണ്, എനിക്കറിയാം. ഈ ആൽജോടൊപ്പം തന്നെ ആ ആൽജോ നല്ല രീതിയിൽ അച്ഛനാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്നൊരു കുടുംബമാണത്. ഇനി നന്നായിട്ട് അറിയാതെ, അതുകൊണ്ടാണ് അവരെ പ്രത്യേകമായി ഇത് സഭ ആദരിക്കുന്നത്. ഒരു പുരോഹിതന് ദൈവിക വേലയ്ക്ക് വേണ്ടി എല്ലാം ആ ആൽജോട് അവർക്ക് പറയാമായിരുന്നില്ല, നീ എന്തെങ്കിലും പഠിച്ച് നീ ഗൾഫിൽ പോകണം, UK പോകണം, അമേരിക്കയ്ക്ക് പോകണം എന്നൊക്കെ പറയാമായിരുന്നില്ല. എന്താ പറഞ്ഞില്ലല്ലോ? ആൽജോ പറഞ്ഞതനുസരിച്ച് ആൽജോ രാമനാഥപുരത്തിൽ ചേർന്നു, പിന്നെ കുറച്ച് ബ്രേക്ക് എടുത്ത് പഠിക്കാനായിട്ട് പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് വെച്ച് ഓർഡർ ഓഫ് മിനിംസിൽ ചേർന്നു. ഒരു തടസ്സം അവർ പറഞ്ഞില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാ, തടസ്സം പറയുന്നവരെ നമ്മുടെ നോട്ടം എവിടെയാ? വലിയ വീട്, വലിയ ബാങ്ക് ഡെപ്പോസിറ്റ്, വലിയ ജോലി, വലിയ സ്റ്റാറ്റസ്, ലോകത്തിൻ്റെ സ്റ്റാറ്റസ് നമ്മുടേത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന് തരാൻ പറ്റാത്തൊരു സ്റ്റാറ്റസ് ഉണ്ട് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന്. അത് നമ്മുടെ രക്തത്തിൻ്റെ രക്തവും മാംസത്തിൻ്റെ മാംസവുമായിട്ടുള്ളൊരു മകൻ, ഒരു മകള്, ഒരു വൈദികനായി, ഒരു സന്യാസിയായി, സന്യാസിനിയായി ഒക്കെ ജീവിക്കുന്നതാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ദൈവം തരുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ മക്കളൊക്കെ കൈവിട്ട് പോയിട്ടുണ്ടാകും. പേരക്കുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളൊക്കെ ഉണ്ടാകും, നല്ലതാണ്.
ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ വീട്ടിൽ ഞങ്ങൾ 7 മക്കളാണ്. ഈ 7 മക്കൾ ഞാൻ മാത്രം ഈ ലൈനിൽ പോകുന്നിട്ട് ബാക്കി 6 മക്കളാണ്. ഞാനോട് പറയാറുണ്ട്, നിങ്ങൾ എപ്പോഴും വന്ന് കാണാനും കേൾക്കാനും നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറന്നാലും, നിങ്ങൾ കുർബാനയിൽ പങ്കെടുക്കാത്ത ദിവസവും നിങ്ങൾക്ക് വേണ്ടി കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, ആരാധനയിൽ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒരാൾ അൾത്താരയിൽ ഉണ്ടെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായാൽ മതി എന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. ഇന്ന് ഈ ആൽജോ ഷമ്മാശൻ ഇന്ന് വൈദികനാകുമ്പോൾ വിൽസേട്ടനും ജോളി ചേച്ചിക്കും വിൽജോയ്ക്കും ആലിനയ്ക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിനൊക്കെ ദൈവസന്നിധിയിൽ ഒരു FD കിട്ടുകയാണ്. ഒരു FD സ്ഥിരമായിട്ട് അവർ മൂടില്ലാത്ത അവസരം, പ്രാർത്ഥിക്കാൻ മൂടില്ലാത്ത അവസരത്തിലും കുർബാനയിൽ പല വിചാരത്തോട് കുർബാനയിൽ പങ്കെടുത്ത അവസരത്തിലും നിരന്തരം ഓരോ ദിവസവും ബലി അർപ്പിച്ച് എൻ്റെ അപ്പനെയും എൻ്റെ അമ്മയെയും എൻ്റെ ചേട്ടനെയും കുടുംബത്തെയും ചേച്ചി അനുജത്തിയെയും ഒക്കെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ കടാക്ഷിച്ച് അനുഗ്രഹിക്കണേ എന്ന് നിരന്തരം ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തി അൾത്താരയിലുണ്ടാകുകയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വിൽസേട്ടനും ജോളി ചേച്ചിക്കും കുടുംബത്തിനൊക്കെ ഞാൻ സഭയുടെ നാമത്തിൽ അനുമോദനങ്ങൾ അർപ്പിക്കുന്നു നീ പറയുന്നതിൻ്റെ കാരണം അതാണ്. അവർക്ക് കിട്ടുന്ന നേട്ടം മാത്രമല്ല, സഭയ്ക്ക് അവർ ചെയ്ത ത്യാഗമാണത്. മറ്റു പലതൊക്കെ നേടാമായിരുന്നു, അവർക്ക് പറ്റിയില്ലല്ലോ. അതൊക്കെ വേണ്ടെന്ന് വെച്ച് നിന്റെ വിളി ദൈവത്തിന് ദൈവിക വേലയ്ക്കുള്ള വിളിയാണെങ്കിൽ ഗോ കരേജസ്ലി എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്ത ആ കുടുംബം ദൈവസന്നിധിയിൽ സ്വീകാര്യമാകും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ ബോസ്കോ പറയാണ്, ഒരു കുടുംബത്തിന് ദൈവത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഒരു വൈദികനാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കും, ആ അച്ഛൻ അങ്ങനെയാണ്, ഈ അച്ഛൻ ഇങ്ങനെയാണ്, ആ മെത്രാൻഷൻ അങ്ങനെയാണ് എന്നൊക്കെ പറയും. ഒക്കെ ഞങ്ങളൊക്കെ ബലഹീനത പോരായ്മകളുള്ളവരാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, ഈ വൈദികൻ്റെ പൗരോഹിത്യം ഇല്ലായിരുന്നുവെങ്കിൽ ഈ തോമാസ് ലീഹായിലൂടെ നമുക്ക് ഈ വിശ്വാസം ഇവിടെ ലഭിക്കുമായിരുന്നോ? നമുക്ക് സഭ ഈ ഭാരതത്തിലെ ക്രിസ്തീയ വിശ്വാസം കടന്നു വന്നത് ആരിലൂടെയാണ്? ഈ ക്രിസ്തീയ വിശ്വാസം കടന്നു വന്നത് പൗരോഹിത്യം സ്വീകരിച്ച തോമാസ് ലീഹായിലൂടെ. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, യു ഗോ ടു ദ ഹോൾ വേൾഡ്. ലോകം മുഴുവനിലേക്ക് നമ്മൾ പോകണം. അങ്ങനെ തോമാസ് ലീഹ ഇങ്ങോട്ട് വന്നത്. ഈ പൗരോഹിത്യം ഇല്ലായിരുന്നെങ്കിൽ നമുക്കിതുപോലൊക്കെ ജീവിക്കാൻ പറ്റുമായിരുന്നു വിശ്വാസത്തോടു കൂടി. നിങ്ങൾ ആലോചിക്കും, നമ്മളൊക്കെ പറയാറുണ്ട് പലപ്പോഴും, നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെല്ലുമ്പോഴും, ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും സീറോ മലബാർ സഭ വളരെ സജീവമായിട്ടുള്ള സഭ, ഒരുപാട് വൈദികര്, ഒരുപാട് സന്യസ്തര്, വൈദികരായി ശുശ്രൂഷ ചെയ്യുന്നവര്, സന്യസ്തരായി ശുശ്രൂഷ ചെയ്യുന്നവര് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. സീറോ മലബാർ സഭയിലെ അച്ഛനാണെങ്കിൽ ഓ വെരി ഗുഡ്, വെൽക്കം വെൽക്കം എന്നെല്ലാവരും പറയുന്നു. എന്താ കാരണം എന്നറിയാമോ? നമുക്ക് ചെറുപ്പം മുതൽ നല്ല കാര്യങ്ങൾ ദൈവനാമത്തിൽ പറഞ്ഞു തരാൻ, വിശുദ്ധ കുർബാന അർപ്പിക്കാൻ, കൂദാശകൾ പരികർമ്മം ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്ക് വചനം പകർന്നു തരാൻ നമുക്ക് ആവശ്യത്തിനുള്ള വൈദികരും സന്യസ്തരും നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, എവിടെയാണ് സഭ തളർന്നിരിക്കുന്നത്? എവിടെയാണ് സഭ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? വൈദികരില്ലാത്തടത്താണ്. അതുകൊണ്ട് ജോൺ വിയാനി പുണ്യവാൻ പറയാണ്, ഒരു സ്ഥലത്ത് 20 വർഷത്തേക്ക് വൈദികൻ്റെ ശുശ്രൂഷ ലഭിച്ചില്ലെങ്കിൽ, വിശുദ്ധ കുർബാനയ്ക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ അവിടെയുള്ള മനുഷ്യർ മൃഗങ്ങളെ ആരാധിച്ചു തുടങ്ങും. മൃഗങ്ങളെ ആരാധിച്ചു തുടങ്ങും. വൈദികരില്ലാത്ത അവസ്ഥ, വൈദികരുടെ കരങ്ങളിലൂടെ വിശുദ്ധ കുർബാന അർപ്പണം ഇല്ലാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള മനുഷ്യരെ 20 വർഷത്തിനുള്ളിൽ മൃഗങ്ങളെ ആരാധിച്ചു തുടങ്ങും ദൈവത്തിന് പകരം. കാരണം ദൈവത്തെ പറഞ്ഞു കൊടുക്കാൻ, ദൈവത്തെ കേൾക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു തരത്തിലും നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ. ഞാൻ സ്ഥലങ്ങൾ പേര് പറയുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പൗരോഹിത്യദാന ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉണർത്തണം. നമുക്ക് കാശ് മാത്രം പോരാ, നമുക്ക് സമ്പാദ്യവും അതുപോലെ തന്നെ വിദ്യാഭ്യാസം മാത്രം പോരാ, നമുക്ക് വിശ്വാസം പകർന്നു തരാൻ, ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ, കൂദാശകൾ പരികർമ്മം ചെയ്യാൻ, തിരുവചനം സഭയുടെ നാമത്തിൽ പകർന്നു തരാനുള്ള വൈദികര്, സന്യസ്തര് ഞങ്ങൾക്കുണ്ടാകണം. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഞങ്ങളെ മറക്കാതെ പ്രാർത്ഥിക്കാൻ അൾത്താരയിൽ ഉണ്ടാകണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് പ്രിയപ്പെട്ടവരെ ഈ പൗരോഹിത്യദാന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ സഭയ്ക്ക് കൊടുക്കേണ്ട ഉറപ്പ്, വാഗ്ദാനം എന്ന് പറയുന്നതാണ്. അതിന് ഈ 10,200 വീടുകളുള്ള കുടുംബങ്ങളുള്ള ഈ കല്ലൂർ ഈസ്റ്റ് ഇടവകയിൽ അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ അവസരത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ. നമുക്ക് ഏറെ സന്തോഷമുണ്ട് ആൽജോ ഇന്ന് വൈദികനാകുന്നതിൽ. ആൽജോ ഒരുപാട് അലച്ചിൽ നടത്തിയതിന് ശേഷമാണ് 13 വർഷത്തിന് ശേഷം ഇന്ന് നമ്മുടെ മുമ്പിൽ വൈദികനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നത്. നമുക്കൊക്കെ സന്തോഷം. നിങ്ങളെല്ലാവരുടെയും പേരിൽ വളരെ അനുഗ്രഹപ്രദമായി സന്തോഷകരമായിട്ടുള്ള ഒരു പൗരോഹിത്യ ശുശ്രൂഷ
സന്യാസ ശുശ്രൂഷ ഞാൻ അദ്ദേഹത്തിന് നേരെയാണ്. ഓർഡർ ഓഫ് മിനിംസ് എന്ന് പറയുന്നത് ചെറു സഹോദരന്മാരുടെ സന്യാസ സമൂഹം എന്നാണ് മലയാളത്തിൽ പറയുന്നത്, OM. അപ്പോൾ വളരെ എളിയ തോതിൽ എല്ലാം ജീവിച്ച് മുന്നോട്ട് പോകുന്ന, അങ്ങനെ ആ എളിമയിലൂടെ എളിയ പ്രവർത്തികളിലൂടെ സഭയെ ശുശ്രൂഷിക്കുന്ന, സാർവത്രിക സഭയ്ക്ക് ശുശ്രൂഷ പകരുന്ന ഒരു സന്യാസ സമൂഹമാണ്. അതിലൊരു അംഗമായിട്ടാണ് നമ്മുടെ ആൽജോ ഷമ്മാശൻ ഇന്ന് വൈദികനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, വൈദിക പൗരോഹിത്യ ശുശ്രൂഷ മഹത്തരമാണ്. പക്ഷേ പൗരോഹിത്യ ശുശ്രൂഷ ആ തനിമയോട് കൂടി തന്നെ ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ പൗരോഹിത്യത്തിൻ്റെ ആ തെളിവ് നഷ്ടപ്പെടും, ആ തെളിമ നഷ്ടപ്പെടും. അതുകൊണ്ട് എനിക്ക് ആലോചനയോട് പറയാൻ, സഭയുടെ നാമത്തിൽ പറയാൻ, ഒന്ന്, ഈ സ്വീകരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ തനിമയെക്കുറിച്ചൊരു ചിന്തയുണ്ടാകണം. ഐ എം എ പ്രീസ്റ്റ്. അത് സന്യാസ വൈദികനാണെങ്കിലും ഇടവക രൂപത വൈദികനാണെങ്കിലും വൈദികത്വത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ തനിമ, ഐഡൻറ്റിറ്റി ഓഫ് എ പ്രീസ്റ്റ്, നമ്മുടെ സംസാരത്തിലും നമ്മുടെ വൈദിക വേഷത്തിലും വസ്ത്രധാരണത്തിലും നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ I am a priest, I am different, I am take away from the midst of the people. ജനമധ്യത്തിൽ നിന്ന് എടുക്കപ്പെട്ടവനാണ് ഞാൻ എന്നുള്ള ചിന്തയുണ്ടാകണം. അതാണ് ആൽജോട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. എവിടെയാണെങ്കിലും ആ വൈദിക തനിമ ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിലുള്ളൊരു ജീവിതം. രണ്ടാമത് നമുക്കറിയാം പൗരോഹിത്യത്തിൻ്റെ യുണീക്ക്നെസ്. ദൈവത്തെ കൊടുക്കാൻ, ദൈവ അനുഭവം മറ്റുള്ളവർ പകർന്നു കൊടുക്കാൻ ഈ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് സാധിക്കുകയുള്ളൂ. നമുക്കൊക്കെ സൂപ്പർ മാർക്കറ്റും ഉണ്ട്, അല്ലാത്ത മാർക്കറ്റുകൾക്ക് ഒരുപാടുണ്ട്. അവിടെ നമുക്ക് പലതും കിട്ടും, പക്ഷെ ദൈവത്തെ കിട്ടില്ല, ദൈവാനുഭവത്തെ കിട്ടില്ല. എന്തിനാണ് നമ്മൾ ജെറുസലേമിലേക്ക് ഓടിപ്പോകുന്നത്? ധ്യാനകേന്ദ്രത്തിലേക്ക്. കൽവരിസ്റ്റുകാരൊക്കെ ഒരുപാട് പോകുന്നവരല്ല അവിടേക്ക്. എന്തിനാണ് സെഹിയോനിലേക്ക് പോകുന്നത്? എന്തിനാണ് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്നത്? ഇവിടെ നിന്ന് കിട്ടാനില്ല പലതും. ഇവിടെ കിട്ടാനില്ലാണ്ട് വരുമ്പോൾ കിട്ടുന്നിടത്തേക്ക് ഓടി നമ്മൾ ഓടുകയാണ്. അപ്പോൾ ദൈവത്തെ പറഞ്ഞു കൊടുക്കാൻ, ദൈവത്തെ കൊടുക്കാൻ വൈദികർക്ക് സാധിക്കൂ, പൗരോഹിത്യത്തിന് സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, കർത്താവ് പറഞ്ഞതാണ്. അതാണ് പൗരോഹിത്യം. നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, ഞാൻ എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുകയാണ്. ഞാൻ ചെയ്തത് നിങ്ങൾ ചെയ്യണം, ഞാൻ ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കണം. ഞാൻ പിതാവിൻ്റെ മഹത്വം പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ പിതാവിനെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ദാറ്റ്സ് ദ യുണീക്ക്നെസ് ഓഫ് പ്രീസ്റ്റ്ഹുഡ്. മൂന്നാമതായിട്ട് പൗരോഹിത്യ ജീവിതം ഒരു ഒതൻറ്റിക് ആയിരിക്കണം. വാക്കും പ്രവൃത്തിയും ഒരുപോലെയുള്ളത്, വക്രതയില്ലാത്ത. അതാണല്ലോ യഥാർത്ഥത്തിൽ പരമാർത്ഥത എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്, പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആ ഒതൻറ്റിസിറ്റി, ആധികാരികത എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള കറസ്പോണ്ടൻസാണ്. ഈ ഒരു ഒതൻറ്റിസിറ്റി നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിന് ഉണ്ടാകണം. അതുപോലെ തന്നെ നമുക്കറിയാലോ, പൗരോഹിത്യം എന്ന് പറയുമ്പോൾ അത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യമാണ് നമ്മുടെ അവൈലബിലിറ്റി, സംലഭ്യത. ഇംഗ്ലീഷിൽ പറയുന്നൊരു കാര്യമില്ലേ, എബിലിറ്റി വിത്തൗട്ട് അവൈലബിലിറ്റി ഈസ് എ ലയബിലിറ്റി എന്ന് പറയാം. ഒരുപാട് കഴിവുണ്ടാവും, പക്ഷേ അവൈലബിൾ ആവില്ല. അത് കുടുംബത്തിനും സമൂഹത്തിനും രൂപതയ്ക്കും നാടിനൊക്കെ അതൊരു ബാധ്യതയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിന് തെളിമ ഉണ്ടാകണമെങ്കിൽ നമ്മൾ സംലഭ്യരാകണം. ഐ ആം റെഡി ഫോർ ദാറ്റ്. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കെപ്പോഴും ഉണ്ടാകണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ കേൾക്കാൻ, ഈ സിനഡാലിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാലഘട്ടമാണല്ലോ. ചിലരൊക്കെ സിനഡാലിറ്റിയെ വേറെ സ്ട്രീമിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് മാർപ്പാപ്പ പറയുന്നതിന് വിരുദ്ധമായിട്ട് മാർപ്പാപ്പ പറഞ്ഞു, ഈ സഭയുടെ ജീവിതം, ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഇറ്റ് ഈസ് എ നൈദർ മൊണാർക്കിയൽ നോർ ഡെമോക്രാറ്റിക്, ഇറ്റ് ഈസ് സിനഡൽ എന്ന് പറഞ്ഞാൽ കേട്ടതിന് ശേഷം ബന്ധപ്പെട്ടവർ തീരുമാനിക്കണം. അതാണ് മാർപ്പാപ്പയുടെ മനസ്സ്. ഈ കേട്ടതിന് ശേഷം, കേട്ട് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കിയതിന് ശേഷമുള്ള തീരുമാനമാണ് യഥാർത്ഥത്തിൽ എക്ലേസിയാസ്റ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ തനിയായിട്ടുള്ള ഈ സിനഡൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മൊണാർക്കിയൽ എന്ന് പറഞ്ഞ ഒരു ഏകാധിപത്യം, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ വോട്ടെണ്ണി കൊണ്ടുള്ള തീരുമാനം, അതല്ല സഭയുടെ ജീവിതം എന്ന് പറയുന്നത്. സഭ മുഴുവനായിട്ട് ഡെമോക്രാറ്റിക് അല്ല, എന്നാൽ മുഴുവനായിട്ട് മൊണാർക്കിയിലല്ല. സഭ എന്ന് പറയുന്നത് സിനഡലാണ്. ആലോചിച്ച്, ബന്ധപ്പെട്ടവരായിട്ട് ആലോചിച്ചതിന് ശേഷം തീരുമാനമെടുക്കാനുള്ള ബോഡി എടുക്കുന്ന തീരുമാനമാണ് യഥാർത്ഥത്തിൽ സിനഡൽ ഡിസിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ശൈലി നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ പോകുന്ന കാര്യമാണ് കൊരിന്ത്യക്കാർക്കുള്ള 1-ാമത്തെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, ഞങ്ങൾ കൂട്ടുവേലക്കാരാണ്. ഞങ്ങൾ കൂട്ടുവേലക്കാരൻ, സെൻസ് ഓഫ് കൊളേജിയാലിറ്റി. പൗരോഹിത്യം എന്ന് പറയുന്നത് പുരോഹിതൻ എന്ന് പറഞ്ഞ ഒറ്റയാനല്ല. പുരോഹിതർ സഭയേക്കാൾ വലുതല്ല, സഭയാണ് വലുത്.
ആ സഭയ്ക്ക് മുകളിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു. സഭയ്ക്ക് മുകളിൽ ഒരാളേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. സഭയാണ് വലുത്. സഭയ്ക്ക് വേണ്ടിയാണ് ഞാൻ, മെത്രാൻച്ചന്മാരും വൈദികരും നമ്മളെല്ലാവരും വൈദികരാകുന്നത്, സന്യസ്തരാകുന്നത്, കുടുംബജീവിതത്തിലൂടെ സഭയെ കെട്ടിപ്പടുക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ സേവകരാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നട്ടവനുമല്ല നനച്ചവനുമല്ല, വളർത്തുന്നവനാണ് ദൈവം, വളർത്തുന്നവനാണ് വലിയവൻ. ആ വളർത്തുന്ന ദൈവമാണെങ്കിൽ ആ ദൈവം വളർത്തുന്നതിലുള്ള കൂട്ടുപങ്കാളിത്തം മാത്രമേ നമുക്കുള്ളൂ. സെൻസ് ഓഫ് കൊളേജിയാലിറ്റി. പൗരോഹിത്യ ശുശ്രൂഷ മഹത്തരമാകണമെങ്കിൽ ഈ ഒരു സെൻസ് ഓഫ് കൊളേജിയാലിറ്റി വിത്ത് ദ സെയിം കോൺഗ്രിഗേഷൻ, വിത്ത് ദ സെയിം ഡയസീസ്, വിത്ത് ദ സെയിം ചർച്ച്, അത് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഈ കൂട്ടുവേലക്കാരാണ് സന്യാസമൂഹത്തിലാണെങ്കിലും പൗരോഹിത്യ രൂപതാ ജീവിതത്തിലാണെങ്കിലും ഞങ്ങൾ സഭയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട സേവകരാണ്. ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട കൂട്ടുവേലക്കാരാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം ഇതൊരു കളിമൺ പാത്രത്തിൽ നിക്ഷേപമാണ് പൗരോഹിത്യം. ബലഹീനനാണ്. ആൽജസമ്മാസ് ദൈവത്തെ സൃഷ്ടിക്കുന്ന വ്യക്തിയായിട്ട് മാറും. ഇതെൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ ദൈവം കടന്നു വരികയാണ്, സന്നിഹിതനായിട്ട് വരികയാണ് ഈ ഗോതമ്പപ്പത്തിലും ഈ മുന്തിരി വീഞ്ഞിലും. അദ്ദേഹം വചനം പ്രഘോഷിക്കുമ്പോൾ, കുദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ, ദൈവനാമത്തിൽ സഭയുടെ നാമത്തിൽ ചെയ്യുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കുകയാണ്. വേറെ വ്യക്തി ദൈവത്തിൻ്റെ പകരക്കാരനായി പ്രവർത്തിക്കുക. പക്ഷെ അതേസമയം ആ വ്യക്തി ബലഹീനനാണ്. ശരീരവും മനസ്സും ആത്മാവുള്ള മനുഷ്യൻ. ഒരുപാട് കുറവുകളുണ്ട്. അതുകൊണ്ട് വേണം പ്രാർത്ഥനയുടെ മനുഷ്യനാകണം. പ്രാർത്ഥിക്കാത്തൊരു വൈദികൻ ഒരിക്കലും ദൈവോന്മുഖമായി സഭാത്മകമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുകയില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ താങ്ങും ഈശോയുടെ കൃപയും എന്നും ചോദിച്ചു വാങ്ങുന്ന ഒരു ആധ്യാത്മികത, നിരന്തരം പ്രാർത്ഥനയിലൂടെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ആധ്യാത്മികത നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ തുടർന്നുള്ള തിരുക്കർമ്മത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. അതിനുശേഷം ആദ്യത്തെ കുർബാന അദ്ദേഹം അർപ്പിക്കുന്നതിന് വേണ്ടി പ്രഥമ ദിവ്യബലി അർപ്പണം എന്നാണല്ലോ അതിനെക്കുറിച്ച് പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പൗരോഹിത്യദാനം സ്വീകരിച്ച് വൈദികനാകുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ഉടനീളം മരണം വരെ വിശ്വസ്തയോടുകൂടി സഭയ്ക്കുള്ളിൽ നിന്ന് സന്യാസമൂഹത്തോടും സഭയോടും മാർപ്പാപ്പയോടും ബന്ധപ്പെട്ട എല്ലാ സഭാ നേതൃത്വത്തിൽപ്പെട്ട എല്ലാവരോടും വിധേയപ്പെട്ട് ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ആൽജോച്ചനായിട്ട് ജീവിതകാലം മുഴുവൻ നിലനിൽക്കാൻ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ, വചനം പരിശോധിക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെയും രീതിയിൽ അബ്രാഹത്തിനെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. നമുക്കും പ്രാർത്ഥിക്കാം. അബ്രാഹത്തിൻ്റെ വിശ്വാസവും മോശയുടെ ധൈര്യവും അതുപോലെ തന്നെ ദാവീദിൻ്റെ ഭരണപാഠവും സോളമൻ്റെ വിജ്ഞാനവും ഈശോയുടെ കൃപയും ഹൃദയവും അതുപോലെ പരിശുദ്ധ അമ്മയുടെ തിരുഹിതത്തോടുള്ള വിധേയത്വവും അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയും ഈ ആൽജോ സമ്മാസിന് കിട്ടാനായിട്ട് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് ആൽജോ സമ്മാസിനെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ഏറ്റെടുക്കുന്ന വലിയ ഒരു ദൗത്യം, ഇന്ന് സ്വീകരിക്കുന്ന വലിയ ദാനം ഒരിക്കലും മങ്ങലേൽക്കാതെ, ഒരിക്കലും ട്രാക്ക് മാറാതെ ശരിയായ ദിശയിലൂടെ ദൈവത്തിൻ്റെ മഹത്വത്തിനും ജനങ്ങളുടെ സേവനത്തിനുമായി സമർപ്പിക്കാൻ നമുക്ക് ഈ ആൽജോ ഷമ്മാസിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, നിൻ്റെ പുത്രൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരാൻ ആൽജോയെ വിളിച്ചതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പലതരത്തിലുള്ള വൈതരണികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും ആ വിളിയിൽ ഉറച്ചു നിന്ന് ഇന്ന് പൗരോഹിത്യം സ്വീകരിക്കാൻ വന്നിരിക്കുന്ന അദ്ദേഹത്തെ അങ്ങയുടെ കൃപയാൽ ആത്മാവിനാൽ നിറയ്ക്കണേ. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വളർത്തി വലുതാക്കി ഈ സേവനവേദിയിലേക്ക് പറഞ്ഞുവിട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, അദ്ദേഹത്തിന് വേണ്ടതെല്ലാം കൊടുത്ത മാറി മാറി വന്ന ഇടവകയിൽ നിന്നുള്ള അച്ഛന്മാർ, ശുശ്രൂഷയ്ക്ക് വന്നിരുന്ന വിഹാരിച്ചന്മാർ, കൊച്ചന്മാർ, ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഈ ഇടവക ജനം, ഈ രൂപത എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവർക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും കൃപകളും കൊടുത്ത് അവരനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ആൽജോയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പൗലോസ്ലീഹായെ, ഞങ്ങളുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ റഫായേൽ മാലാഖയെ, മറ്റു വിശുദ്ധാത്മാക്കളെ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ നിങ്ങൾ മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.